ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ SSLC ഓണപരീക്ഷയുടെ കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 1 മിനിറ്റിൽ താഴെയുള്ള ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 10 മാർക്കോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, കെമിസ്ട്രി പരീക്ഷയിൽ യഥാർത്ഥത്തിൽ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ തരും, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതിൻ്റെ വിന്യാസം എഴുതാനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് ഓർഡർ, അതായത് 3D കഴിഞ്ഞിട്ടാണ് 4S, പലർക്കും അത് തെറ്റുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു സബ്ഷെല്ലിൽ KLMN ഉണ്ടല്ലോ, അതിൽ ഏറ്റവും മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൂടി ഇത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നിൻ്റെ ഓക്സിഡേഷനും അതിൻ്റെ നമ്പറും വാലൻസി നമ്പറും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്രോമിയം എന്ന് പറയുന്ന അറ്റോമിക് ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ, ആറ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് ഇലക്ട്രോൺ സബ്ഷെൽ വിന്യാസം എഴുതാനും അതിനുശേഷം അതിൻ്റെ +2 +3 വരുമ്പോൾ എത്രയാണ് ഇലക്ട്രോൺസ് വാലൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. തീർച്ചയായിട്ടും ഉപകാരം.